സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒരു ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. സോ ഫൈനലി നമുക്ക് അങ്ങനെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഭാഗത്തായിട്ടുള്ള ട്രെയിലർ കിട്ടിയിരിക്കുകയാണ് എന്ന് പറയണമെന്ന് ഈ ആഴ്ചയെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്. ബട്ട് ഈ ആഴ്ചയും ട്രെയിലർ വന്നില്ല. ഇത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല. ബട്ട് ഏറെക്കുറെ ട്രെയിലർ വരാറായി എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലീക്കുകളിൽ നിന്നും മറ്റ് അപ്ഡേറ്റ്സിൽ നിന്നൊക്കെ ആയിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കാര്യം. സോണിയുടെ ലൈറ്റും ഉണ്ട്, എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ഷാർപ്പാക്കി സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് അതങ്ങ് പുറത്തോട്ട് വിടാൻ പറ്റുന്നില്ല. ഈ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ട്രെയിലർ പുറത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യവും ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ചെറിയ സൂചനകളും പരിപാടികളും ലീക്കുകളായിട്ട് മറ്റൊരു സൈഡിൽ കൂടെ പുറത്ത് വരുന്നുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ കൂടുതൽ നേരെ കാര്യത്തിലോട്ട് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ട്രെയിലറിന്റെ കേസിൽ തന്നെ അങ്ങ് തുടങ്ങിക്കളയാം. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഇതിനെപ്പറ്റി. 2 പർട്ടിക്കുലർ ഡേറ്റ്സ് ഞാനതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞായിരുന്നു. ഒന്ന് മാർച്ച് 20 പുറത്തിറങ്ങാനിരിക്കുന്ന പ്രൊജക്ട് ഹെയിൽ മേരി എന്നുള്ള പടത്തിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരാം, അല്ലെങ്കിൽ അതിനുശേഷം ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന സിനിമ കോണിൽ ഒഫീഷ്യലായിട്ട് പുറത്തു വിടാമെന്നുള്ള 2 ഡേറ്റ്സ്. ആൻഡ് അതിൽ തന്നെ മാർച്ച് 20 അല്ലെങ്കിൽ മാർച്ച് 20 ഈ ഒരു ട്രെയിലർ നമ്മൾ കാണും എന്നുള്ളൊരു കാര്യത്തിലുള്ള ഒരു ശുഭസൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്സിക്കോയിൽ സോണി CCXP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പൈഡർമാനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഇവന്റ് തന്നെ നടത്തിയെന്നുള്ള രീതിക്കുള്ള റിപ്പോർട്ട്സാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രൈവറ്റ് ആയിട്ടാണ് അത് കണ്ടക്ട് ചെയ്തത്. സ്പൈഡർമാനെ ബേസ് ചെയ്തൊരു ഇവന്റ് ഈ ഒരു സമയത്ത് നടക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ബ്രാൻഡ് ന്യൂഡേ ആയിരിക്കുമല്ലോ മെയിൻ വിഷയം. സോ ബ്രാൻഡ് ന്യൂഡേ ഈ ഒരു ട്രെയിലറിന്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ ആ ഒരു ഇവന്റിൽ എടുത്ത് കാണിച്ചു എന്നാണ് പറയാൻ കഴിയുന്നത്. ട്രെയിലറെ പടം വരുന്നതിന് മുകളിൽ ഒരു അനൗൺസ്മെന്റ് വീഡിയോ ആണ്. ആ ഒരു ട്രെയിലറോ വല്ലാത്തൊരു സ്ട്രാറ്റജി തന്നെ. ഓക്കെ, എന്തായാലും സംഭവം കൊള്ളാം, പരിപാടി നടന്നിട്ടുണ്ട്. സോഫാർ ഇതുവരെ അതിൻ്റെ ഒരു ലീക്കോ മറ്റ് പരിപാടികളൊന്നും ഓൺലൈനിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നും പരവിയിട്ടില്ല. സോ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, അത് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് നടന്നൊരു പരിപാടിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ലീക്കുകൾ വരുന്ന കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനൗൺസ്മെന്റ് വീഡിയോ എന്നുള്ളൊരു നിലയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ട്രെയിലറിന് വേണ്ടി കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ട്രെയിലർ അടുത്ത് വരാനുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തുള്ളൊരു ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 20 സോ മിക്കവാറും മാർച്ച് 20 അതിന് തൊട്ട് മുമ്പോ ഒക്കെ ആയിട്ട് നമ്മൾ കാണുമെന്ന് തോന്നുന്നു. പ്രൊജക്ട് ഹെയിൽ മേരി ഇവിടെ റിലീസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ സ്പൈഡർമാൻ ഫാൻ എന്ന് പറഞ്ഞ് നടക്കുന്നില്ല എന്ത് കാര്യം. സോ അത് അവിടെ നിൽക്കട്ടെ. ഇനി പറയാനുള്ളത് ഈ ഒരു ബ്രാൻഡിയുടെ പടത്തിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ലീക്സിനെയും പരിപാടികളൊക്കെ പറ്റിയിട്ടാണ്. ഓൾറെഡി കുറെ മുമ്പേ വന്ന ലീക്കുകളും പരിപാടികളാണ്. സോ ബട്ട് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സുകളൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു ലീക്ക് ഇതുപോലെ തന്നെ പടത്തി വരാനുള്ള സാധ്യതകൾ എത്രത്തോളം ആണ് എന്നായിരിക്കും നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ലീക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോം ഹോളണ്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ എൻഡിങ്ങിൽ സിംബിയോട്ട് ഷൂട്ട് കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. ചാൻസസ് ആർ ഹൈ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഓൾറെഡി മാർവൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് കോമിക് ആക്യുറേറ്റ് ആയിട്ട് പടം എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയിലോട്ടാണ് നീങ്ങിയിട്ടുള്ളത്. അവരുടെ എല്ലാ പടങ്ങളും അത് കൃത്യമായിട്ട് എവിഡൻ്റ് ആയിട്ട് തന്നെ കാണാനും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കോമിക്സിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്പൈഡർമാന് സീക്രട്ട് വാർസിലാണ് ഈ ഒരു സിംബിയോട്ട് ഷൂട്ട് ആദ്യമായിട്ട് കിട്ടുന്നത്. സോ ആ ഒരു ഗതിക്ക് നേരെ സീക്രട്ട് വാർസിൽ ഫസ്റ്റ് തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഇങ്ങനെ ഒരു സിംബിയോട്ട് ഷൂട്ടിന്റെ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ഐഡിയ ഈ ഒരു ബ്രാൻഡ് ന്യൂയുടെ എൻഡിങ്ങിൽ വെക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം MCUവിൽ ഈ ഒരു വെനം അല്ലെങ്കിൽ ഒരു സിംബിയോട്ട് ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ആകെയുള്ളൊരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവേ ഹോമിന്റെ എൻഡിങ്ങിൽ നമ്മുടെ ടോം ഹാഡിയുടെ ആ ഒരു ചെറിയൊരു വെനത്തിന്റെ ആ ഒരു ചെറിയൊരു പോർഷൻ കാണിച്ചത് മാത്രമാണ്. സോ അതിൽ നിന്നും മാറി ഈ ഒരു സംഭവം കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നല്ലതായിരിക്കും. എന്ന് വെച്ച് നമ്മുടെ സ്പൈഡർമാന്റെ മേത്തോട്ട് ഈ ഒരു സിംബിയോട്ട് ഷൂട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ വലിയൊരു മുഴുനീള സീക്വൻസ് ആണെന്നൊന്നും തോന്നുന്നില്ല. ഈ ഒരു സിംബിയോട്ടിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു ടീസും പരിപാടികളായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ പറയുമ്പോൾ ഓൾറെഡി പടത്തിലെ മെയിൻ വില്ലനായിട്ട് വരാനിരിക്കുന്ന ടൂം സ്റ്റോണെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് ഈ പടത്തിൽ വരുന്നത് എന്നുള്ള രീതിക്ക് ഒരു ലീക്ക് വന്നായിരുന്നു. ലീക്കല്ല, ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിലെന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടത്തിന്റെ എൻഡിങ്ങിൽ സ്പൈഡർമാൻ്റെ നല്ല രീതിക്ക് അടി വാങ്ങിയ ശേഷം ടൂം സ്റ്റോൺ ഇനി സ്പൈഡർമാനെ വീഴ്ത്തണമെങ്കിൽ എനിക്ക് വേറൊരു സപ്പോർട്ട് കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ബയ്യറിനെ മീറ്റ് ചെയ്യുന്നതും ആ ഒരു ബയ്യറിന്റെ കയ്യിൽ നിന്ന് ഒരു വെസൽ വാങ്ങുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ആണ് പറയുന്നത്. ആൻഡ് ഗസ് വാട്ട്, ആ ഒരു വെസലിനകത്ത് വേറെ ആരുമല്ല, ഒരു സിംബിയോട്ടിന്റെ ചെറിയൊരു പാർട്ടായിരിക്കും. അങ്ങനെ ജസ്റ്റ് ഈ മാർവൽ യൂണിവേഴ്സിൽ ഈ സിംബിയോട്ടിന്റെ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്ത് വിടുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ആയിരിക്കാം അവർ പ്ലാൻ ചെയ്യുന്നതെന്നും തോന്നുന്നു. ഇങ്ങനെ നടക്കാനും ചാൻസ് ഉണ്ട്. ഇനി ആ ഒരു സിംബിയോട്ടിന്റെ ഷൂട്ട് എങ്ങനെയാണ് നമ്മുടെ സ്പൈഡർമാന്റെ കയ്യിലോട്ട് എത്തുന്നത് എന്നുള്ള കാര്യം എന്തായാലും കണ്ടു തന്നെ അറിയാം. ഓൾറെഡി നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണണം. അതായത് ഡൂംസ്ഡേ പടത്തിൽ നമ്മുടെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഉണ്ടായിരിക്കത്തില്ല എന്നും അവഞ്ചേഴ്സ് പടം എന്ന് പറഞ്ഞൊരു പടം ഇറക്കുമ്പോൾ അതിൽ സ്പൈഡർമാൻ ഇല്ലാതെ ഇറക്കി കഴിഞ്ഞാൽ അത്ര കണ്ടൊരു സുഖമില്ല എന്നുള്ളതുകൊണ്ട് ടോം ഹോളണ്ടിന്റെ പകരം ടോബി മെഗറിന്റെ സ്പൈഡർമാൻ ആയിരിക്കും നമ്മളതിൽ കാണാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. ആൻഡ് ടോബി മെഗറിന്റെ സ്പൈഡർമാൻ എങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ഡൂംസ്ഡേയുടെ മൊത്തം പ്ലോട്ടിനെയും ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടേണ്ടതാണ്. ടോബി മെഗറിന്റെ ആ ഒരു സ്പൈഡർമാൻ ക്യാരക്ടർ ഈ ഒരു പടത്തിൽ വലിയൊരു ക്രൂഷ്യൽ റോളാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളൊരു രീതിക്കും റൂമേഴ്സ് വരുന്നുണ്ട്. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ പുള്ളിയെ തട്ടിക്കളയും എന്നുള്ളൊരു രീതിക്ക് റൂമേഴ്സ് വരുന്നുണ്ട്. ഒരു ഐക്കോണിക് ക്യാരക്ടറാണ്. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കിട്ടിയിട്ട് പെട്ടെന്ന് മാറുമല്ലെങ്കിൽ തട്ടിക്കളയോ എന്നുള്ളതും സംശയമാണ്. നോക്കിയും കണ്ടൊക്കെ ചെയ്ത കൊള്ളാം. എങ്ങനെയാണ് പടത്തിൽ വരുന്നത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഇല്ലെങ്കിൽ പോലും ബ്രാൻഡ് ന്യൂഡേയിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരാനിരിക്കുന്ന സാഡി സിംഗിന്റെ ക്യാരക്ടർ എന്തായാലും ഡൂംസ്ഡേയിൽ
ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആണ്. സാഡി സിംഗിന്റെ ക്യാരക്ടർ ജീൻ ഗ്രേ ആയിട്ടാണ് വരുന്നത് എന്നുള്ളൊരു കാര്യവും ഓൾമോസ്റ്റ് കൺഫേം തന്നെയാണ്. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. എന്തുകൊണ്ടാണ് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഈ ഒരു ഡൂംസ്ഡേ പടത്തിൽ വരാതിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിന്റെ റീസൺ ആണ് മെയിൻ ആയിട്ട് ബ്രയാൻ വുഡയുടെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ലീക്കും വരുന്നുണ്ട്. സോ അപ്പോൾ അതും ഇതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു സിംബിയോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു റീസൺ കൊണ്ടാണ് ഈ ഒരു ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഡൂംസ്ഡേയിൽ വരാത്തത് എന്നുള്ളൊരു റീസണിലോട്ടാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഏതൊരു രീതിയാണെന്ന് നോക്കാം. ഇതുകൂടാതെ പോപ്പുലർ ആയിട്ട് വരുന്ന മറ്റൊരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ന്യൂയോർക്ക് സിറ്റിയുടെ മുകളിലോട്ട് വേറൊരു പ്ലാനറ്റ് തന്നെ ഇൻകേഷന് വേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആയിരിക്കും ബ്രയാൻ വുഡയുടെ എൻഡിങ്ങിൽ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഇതും മേക്ക് സെൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അടുത്തായിട്ട് വരാൻ പോകുന്ന പടം എന്ന് പറയുന്നത് ഡൂംസ്ഡേ ആണ്. സോ ഡൂംസ്ഡേയിൽ മെയിൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇൻകേഷൻ ആണ്. ഈ ഒരു ഇൻകേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ വായത്താളം അടിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതുവരെ ഒഫീഷ്യലായിട്ടും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരിക്കൽ പോലും ഈ ഒരു ഇൻകേഷൻ എന്താണെന്നോ അതിന്റെ ഒരു പരിപാടികളുടെ സെറ്റപ്പ് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം ഇതുവരെ പറഞ്ഞു വെച്ചിട്ടില്ല. ബ്രാൻഡിയുടെ പടമാണെങ്കിൽ അതിൽ മൊത്തത്തിലൊരു ഗ്രൗണ്ട് ലെവൽ സ്പൈഡർമാനാണ് കാണിക്കാൻ പോകുന്നത്. മെയിൻ വില്ലൻ തന്നെ ടോം സ്റ്റോൺ ആണ് എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലോ. സോ ആ ഒരു ഗതിക്ക് ഇൻകേഷനെ ഒരു പരിധിക്ക് മേലെ അതിൽ കാണിക്കാനും പറ്റത്തില്ല. സോ അതുകൊണ്ട് പടത്തിന്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലെങ്കിലും ഈ ഒരു വലിയ ഇൻകേഷനെ ടീസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്നത് മാർവലിന് നല്ലൊരു കാര്യമായിരിക്കുമെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തോന്നുന്നു. കാരണം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർവലിൽ ഒരു തുറുപ്പ് ചീട്ടാണല്ലോ. സോ അതുകൊണ്ട് നല്ല രീതിക്ക് അത് ആളുകളുടെ ഇടയിലോട്ട് വൈഡ് സ്പ്രെഡ് ആവാനായിട്ടും ചാൻസ് ഉണ്ട്. സോ ഇൻകേഷനെ ഈ ഒരു രീതിക്ക് നൈസായിട്ട് ആൾക്കാരുടെ ഇടയിലോട്ട് ഇൻജെക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് സ്പൈഡർമാൻ ബ്രാൻഡിയുടെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അവർ ഉപയോഗിക്കുമെന്നുള്ള രീതിക്കുള്ള ഒരു തിയറിയും ശരിവെക്കാവുന്ന തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ വേറൊരു യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഒരു വെനം സിംബിയോട്ട് ആയിരിക്കാം ഈ ഒരു സ്പൈഡർമാന്റെ മേത്ത് കയറുന്നത് എന്നുള്ള രീതിക്ക് സ്റ്റോറി പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോം ഹാർഡിയുടെ മേത്ത് നിന്ന് ഇറങ്ങിയ ആ ഒരു വെനം സിംബിയോട്ടിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. സോണി തന്നെ അവരുടെ ആ ഒരു യൂണിവേഴ്സ് മൊത്തത്തിൽ പൂട്ടിക്കെട്ടി പോയേക്കുവാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു യൂണിവേഴ്സിലോട്ട് ഞങ്ങൾ വീണ്ടും കടന്നു കയറുന്നില്ല എന്നുള്ളൊരു രീതിക്ക് ഒരു തീരുമാനം മാർവലും എടുത്ത് കാണണം. സോ ഈ ഒരു ഇൻകേഷന്റെ തുടക്കത്തിൽ വേറൊരു യൂണിവേഴ്സുമായിട്ടുള്ള ഒരു ഇൻകേഷൻ നടക്കുന്ന സമയത്ത് സ്പൈഡർമാന്റെ മേത്തോട്ട് മറ്റൊരു യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു വെനം സിംബിയോട്ട് വരുന്നു എന്നുള്ള രീതിക്ക് പറയുമ്പോൾ ഇത് എളുപ്പമാണ്. പക്ഷെ പടത്തിൽ ഇതൊക്കെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നോക്കാം. ട്രെയിലർ വരുമ്പോഴത്തേക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ വ്യക്തമാവുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു പടത്തിന്റെ മൊത്തം ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ തന്നെ നല്ല സംശയമുണ്ട്. കാരണം പൂർണ്ണമായിട്ട് ഒരു ഗ്രൗണ്ട് ലെവലിലാണോ അതോ മൾട്ടിവേഴ്സ് ലെവൽ കളികൾ അവിടെ ഇവിടെ എത്തി നോക്കുന്നുണ്ടോ എന്നുള്ള രീതിക്കാണോ പടം എന്നുള്ളത് ട്രെയിലർ കണ്ട ചെറിയൊരു ധാരണ ഉണ്ടാവേണ്ടതാണ്. ഓൾറെഡി ഹൾക്ക് വരുന്നുണ്ട്. സ്പൈഡർമാൻ മാൻ സ്പൈഡർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ സീക്വൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയറികളും ലീക്കൊക്കെ ആയിട്ട് ഹൈപ്പ് അങ്ങ് കൊടുമുടി കയറ്റി വെച്ചേക്കുവാണ്. സോ അതുകൊണ്ട് ഇതിനൊക്കെ എത്രത്തോളം ഈ ഒരു പടത്തിൽ സാധൂകരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ അറിയണമെങ്കിൽ ട്രെയിലർ ചെറിയൊരു നല്ലൊരു കാര്യമാണ്. സോ അപ്പോൾ എന്തായാലും 20-ാം തീയതിക്കോ അല്ലെങ്കിൽ 20-ാം തീയതിക്ക് മുമ്പോ ഒക്കെ ആയിട്ട് ട്രെയിലർ വരുമെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോഴും ഒരു 50-50 ചാൻസ് വയ്ക്കുന്നത് സോണി ആയതുകൊണ്ടാണ്. ഇവന്മാരെ എപ്പോൾ എന്നാ വേണോ എന്നുള്ളൊരു കാര്യം ഇവന്മാർക്ക് തന്നെ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. സോ ആ ഒരു ഗതിക്ക് എപ്പോൾ വേണമെങ്കിലും സാധനം പ്രതീക്ഷിക്കാം. ഇവിടെ എൻ്റെ സ്വന്തം കരിയർ തന്നെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇത്. അപ്പോൾ എന്തായാലും നോക്കാം. അടുത്തൊരു സ്പൈഡർമാൻ ബേസ്ഡ് വീഡിയോ ചെയ്യേണ്ടി വരുന്നത് പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. സോ ഈ ഒരു ട്രെയിലറിന് വേണ്ടി നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ളൊരു കാര്യവും ഈ ഒരു പടം ഏതൊരു രീതിക്ക് പുൾ ഓഫ് ചെയ്ത് വരുമോ എന്നുള്ളൊരു കാര്യത്തിലുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും പരിപാടികളും എല്ലാം കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.